കേക്ക് ഉണ്ടാക്കിയാലോ? മച്ചാനങ്ങളൊക്കെ ഉണ്ടോ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കുമ്പോൾ ഒന്ന് ഓറിയോ കേക്ക് കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. ആദ്യം തന്നെ നമുക്ക് ക്രീമൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ. ബാ, നമുക്കിത് ഇതൊക്കെ പൊട്ടിക്കാം. ഇത് നോക്ക് ഗൈസ്, രണ്ടും വേറെ വേറെ ക്രീമാണ്. ഒന്ന് ചോക്ലേറ്റ് ഒന്ന് വാനിലയും. ബിസ്ക്കറ്റ് സെയിം ആണല്ലോ അല്ലേ? നമുക്ക് ക്രീമൊക്കെ സെപ്പറേറ്റ് ചെയ്യാം. ഞാൻ ഇതുവരെ കേക്ക് ഉണ്ടാക്കിയിട്ടില്ല. അശ്വതി ഇതുവരെ കേക്ക് ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങളുടെ ക്യാമറാമാനോട് മാത്രമാണ് കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന് മാത്രമാണ് ഇതിന്റെ ടെക്നിക്സ് അറിയുള്ളൂ. ഞങ്ങൾ വെറും പണിയെടുക്കണം ബംഗാളികൾ. അപ്പൊ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം, നല്ല ഫൈൻ പൗഡർ ആക്കണം എന്നൊക്കെയാണ് നമ്മുടെ ക്യാമറാമാനോട് പറയണത്. ചെയ്തിട്ട് തരാം. ഇപ്പൊ നമ്മ ഓറിയോ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ബിസ്ക്കറ്റ് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ കുറച്ച് സോഡ, ബേക്കിംഗ് സോഡ ഇടണം, ബേക്കിംഗ് പൗഡർ ഇടണം. ഇത് എത്ര ഇടണ്ടേ മിസ്റ്റർ ക്യാമറാമാൻ? കുറച്ചെടുത്തിട്ടോ. ഓക്കെ, ആദ്യമായിട്ടാണേ. ഇനി മിക്സ് ആയിട്ടെ. വേറെ സ്പൂണൊക്കെ എടുത്തോണ്ടെന്ന്. പാല് പോയി ഗൈസ്. നന്നായി കൂട്ടി. അപ്പൊ നമ്മുടെ ബാറ്റർ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡയറി മിൽക്ക് ഡബിൾ ബോയിൽ ചെയ്യാം. നമ്മുടെ പുതിയ അതിഥി വന്നേക്കാണ്, അനു TS. ഹായ് ഗൈസ്. അതിങ്ങനെ വെറുതെ പീസാക്കിടാല്ലേ? ഞാനും കൂടെ പഠിച്ചിടാം. തിന്നാൻ പറ്റുമോ? തിന്നാൻ പറ്റില്ല ഗൈസ്. തിന്നാൻ പറ്റുമെന്ന് മനസ്സിലായില്ല ഗൈസ്. അപ്പം നമ്മളൊരു വട്ടക്കയിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് അത് ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡർ നമ്മൾ ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ബാറ്റർ ഒഴിച്ചിട്ട് അതിലേക്ക് വെക്കണം. അപ്പം നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. നമുക്കിനി ഈ ബാറ്റർ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഒരു 45 മിനിറ്റ്സ് അടച്ച് വെച്ച് വേവിക്കാം. അപ്പൊ നമുക്ക് ബേക്കായോ നോക്കാട്ടാ. നമുക്കിനി ഡയറി മിൽക്ക് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. എന്നിട്ടാണ് കേക്കിന്റെ മുകളിൽ ഒഴിക്കുക. തിന്നാ നീ? ഞാൻ പൊടി മാത്രം. ഏടാ പാവം. അതെ, മെൽറ്റാണ്. എനിക്ക് ചോക്ലേറ്റ് കേക്ക് ഭയങ്കര ഇഷ്ടം. രണ്ടു വാക്ക് കേക്കിനെ കുറിച്ച് പറയാൻ പറഞ്ഞ അതിലൂടെ ഈ കേക്ക് സെറ്റ് ആയപ്പോ നല്ല അതെങ്ങനെ നമുക്ക് സെറ്റ് ആയിക്കോട്ടെ വിചാരിച്ചേ ഇല്ല. അല്ല, ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും ഇതും കൂടി മെൽറ്റ് ചെയ്ത് ഒഴിക്കും, അടിപൊളിയായിരിക്കും എന്നെ വിചാരിക്കല്ലേ. പ്രതീക്ഷിക്കാം. ഉപ്പ് കാത്തിരിക്കുന്നു. ഉപ്പോ? ഉപ്പ് പാത്രത്തിലുണ്ട്. കേക്ക് നല്ല സെറ്റപ്പായി വന്നിട്ടുണ്ട് ഗൈസ്. ടിങ് ടിങ് ഇത്രയ്ക്കൊന്നുമില്ല, എന്നാലും സോഫ്റ്റാ. കണ്ട ഷുഗർ സിറപ്പ് ഒഴിക്കുന്നു. ഓക്കെ, മുകളിൽ വെച്ചോട്ടെ. അപ്പൊ നമുക്ക് ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കണം. അതിനുശേഷം നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഇത് കട്ട് ചെയ്യുന്നതായിരിക്കും.
കാഷ്യൂ നട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാം കുറച്ച്. ഹായ് അടിപൊളി. സൂപ്പർ ആയിട്ടുണ്ടല്ലേ. കുറച്ച് ജംസ് മിഠായി. ഇതിന് ഫുള്ള് നീല മാത്രമേ ഉള്ളൂ. മതി ജെംസ് മതി. പുതിയ ഗസ്റ്റാ ശൂഷു ശൂഷു സൂസു ശുണ്ടിരി കുട്ടിയാണ്. പഠിക്കോ? ഗൈസ്, അപ്പൊ നമ്മള് കേക്ക് ടേസ്റ്റ് ചെയ്യപ്പോഴാണ് അതിനാണ് കട്ട് ചെയ്യുന്നത്. തകർന്നു പോയി ഗൈസ്. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ തോന്നുന്നു. അത് കഴിച്ചിട്ട് മതി. സെറ്റാണോ? സെറ്റാണോ? സൂപ്പറായ? സൂപ്പർ. നമ്മുടെ കേക്കൊക്കെ എല്ലാവരും കഴിച്ച് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല സെറ്റാവുന്നു, പക്ഷെ എങ്ങനെയാ സെറ്റായി. എങ്ങനെയുണ്ട്? ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഞങ്ങൾ ഉണ്ടാക്കിയതാ. സെറ്റാടാ. ഒരു പീസ് കൊടുത്തത് കഴിച്ചാൽ